ഈ ഒരു ദിവസത്തിന് വേണ്ടി ഒരുപാട് നാൾ കാത്തിരിക്കുകയായിരുന്നു. ഏകദേശം 6 വർഷം ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ശ്രീ 5ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അന്ന് ലിഖിയുടെ കൂട്ടുകാരന് അവരപ്പുറം ഇപ്പുറം എടുത്ത് ബെഞ്ചിരുന്ന ആൾക്കാർ. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പബ്ജി കളിച്ചുകൊണ്ടിരുന്ന ഞാനും എൻ്റെ ലിഖിനനും ഒക്കെ പബ്ജി കളിച്ചിരുന്നപ്പോൾ എന്നോടിലാണെന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ആളെ അറിയാം. പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ശ്രീരാജ്. ഏത് ശ്രീരാജ്? അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു മതിലുകാടി പണിട്ട് പോയ ശ്രീരാജ് അതാണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് പബ്ജി ഞങ്ങൾ മാത്രം അങ്ങ് കളിച്ചു. ലിഖിനനെ അങ്ങ് കട്ട് ചെയ്ത് പുറത്താക്കി. പിന്നെ ഞങ്ങൾ മാത്രമായപ്പോൾ ലിഖിനന്റെ ഡൗട്ട് പിടിക്കാൻ തുടങ്ങി. ഞങ്ങൾ പബ്ജി അൺഇൻസ്റ്റാൾ ചെയ്ത് ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി ഇതെല്ലാം എടുത്ത് സെറ്റാക്കി പിന്നെ അങ്ങ് പോയി. ഒരു സുപ്രഭാതത്തിൽ ലിഖിനെ പൊക്കി. ഞാനാ കണ്ടുപിടിച്ചത്. ആണോ? എന്നിട്ട് അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഡൗട്ട് തോന്നി. എൻ്റെ അങ്ങനെ എല്ലാ ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കാറില്ല. അവന്റെ സംസാരത്തിലും ഇവരുടെ ബോഡി ലാംഗ്വേജിലും മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ലിഖിനായിരുന്നു. പിന്നെ അമ്മയ്ക്ക് അറിയായിരുന്നേ, പക്ഷെ അമ്മ അറിയാത്ത ഭാഗത്തിൽ നിന്ന് ഈ റെക്കോർഡിങ് വരെ. അച്ഛനോട് ഞാനിത് പറഞ്ഞത് ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞത്. അത് പറഞ്ഞ പാടെ എനിക്കറിയാം. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അച്ഛൻ വിളിച്ച് ചേട്ടനോട് ചോദിച്ച് എന്താ വേണം. അപ്പൊ ചേട്ടന്റെ മറുപടി അവൻ എൻ്റെ കൂടെ പഠിച്ചതാ. അച്ഛൻ ശരി ഓക്കെ ഡൺ ഫിനിഷ്. Families, and that's an Amma Cheta. And then the whole family is waiting for this marriage. And everybody is happy. We are really excited for our marriage. അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവർ തന്നെ അറിയാം. പിന്നെ അവനെ മനസ്സിലാക്കിയ പെൺകുട്ടിയെ മനസ്സിലാക്കിയ പയ്യൻ. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവരുടേതായ ഇഷ്ടം നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞോണ്ട് അച്ഛൻ പറഞ്ഞത് അതല്ല. ഞാൻ ഈ 2 വർഷം കഴിയുമ്പോ ശ്രീരാജന് അവാർഡ് കൊടുക്കുന്ന പറഞ്ഞു. എന്തിനാന്നറിയാം? ഇവളെ സഹിക്കുന്നതിന്. അവന്റെ വിദ്യാന്ന് അവൻ അങ്ങനെ അവസാനം ഇന്ന് കല്യാണം കഴിക്കാൻ പോവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സന്തോഷമുണ്ട്. ഇപ്പം കാര്യമായിട്ടെന്നൊക്കെ പറഞ്ഞൊരു കരച്ചിൽ, ഒരു ഇമോഷൻ വരുന്നുണ്ട്. എന്തോ സംഭവം എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കും, വെച്ചായില്ലേ. പിന്നെ വേറൊരു വിഷമം, ഇവിടുന്ന് ഈ വീട്ടുകാർ എന്നെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിൻ്റെ ഒരു വിഷമം. അവർ പറയുന്നത് ഞാനും ചേട്ടനും കേട്ട് വരുമായിരുന്നു.
ഇപ്പോഴാ ഒന്ന് ഞാൻ പറഞ്ഞത് അവരൊന്ന് കേട്ടത്. ഇത്രയും നാൾ അവര് പറഞ്ഞ കേട്ടപ്പോ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങ് എസ് പറഞ്ഞ് കൂട്ടി. മണിച്ചിത്ര താഴിട്ട് കൂട്ടി വെച്ചു. അത്രേ ഉള്ളൂ, തീർന്ന്.